എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഷയും മനസ്സും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനാണ് എഴുത്ത് പറയുന്നത്. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ഭാഷയും തമ്മിലുള്ള, കാരണം ഭാഷയിലൂടെയാണ് ഞാനെല്ലാം ഗ്രഹിക്കുന്നത്. ഭാഷ ഈസ് മൈ ഓർഗൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സർട്ടൻ തിങ്സ്. ഞാൻ സ്പർശം വിരൽ എങ്ങനെ ഉപയോഗിക്കുന്നത് പോലെ ഞാൻ ഭാഷ കൊണ്ടാണ് ഞാൻ അനുഭവങ്ങളെ സ്പർശിക്കുന്നത്. ഭാഷയാണ് എഴുത്തിൻ്റെ കേന്ദ്രം. അതില്ലെങ്കിൽ അത് എഴുത്തല്ല. ഫസ്റ്റിലെ ഭാഷയുണ്ടാവണം. ഭാഷ പറയുന്നത് ആ രൂപം തന്നെയാണ്. രൂപം, സ്ട്രക്ചർ. എല്ലാറ്റിലും ഞാൻ വില കളിപ്പിക്കുന്ന സ്ട്രക്ചർ. ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയ സ്ട്രക്ചറാണ്. ഇഫൽ ഗോപുരം വരുമ്പോൾ മോപ്പസാങ്ങിനെ പോലെയുള്ള കുറേ ആൾക്കാർ കൂടി പ്രതിഷേധിച്ച് ഇത് ചെയ്തു. ഈഫൽ കുടുങ്ങിയില്ല. അപ്പൊ ഈഫൽ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ബേസിസ് ഈ ഹാർമണി കൊണ്ട് സാധനമുണ്ട്. ഈ ഹാർമണി പറയുന്നതാണ് ആർക്കിടെക്ചറിലായാലും മ്യൂസിക്കിലായാലും എല്ലാ കലകളിലും. അതാണ് അതിൻ്റെ ശക്തി, ഈ ഹാർമണി. ആ ചേർച്ച, ഒരു ബിൽഡിംഗ്, ഒരു വാസ്തുശില്പം. ഇപ്പൊ ഞാൻ വാസ്തുശില്പി അല്ലെങ്കിലും എൻ്റെ എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആർക്കിടെക്ചറിനെയാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ മനസ്സിലുള്ള ആർക്കിടെക്ചറാണ് ഒരു സാധനം എഴുതുമ്പോൾ. പോയം ഈസ് എൻ ആർക്കിടെക്ചർ ഫോം. അതൊരു ഘടനയാണ്. പോയം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഇതിവൃത്തം, അങ്ങനെ കഥാഘടനയില്ല. ഒരു നിമിഷത്തെ ഒരു കാഴ്ചയായിരിക്കും. ഒരു ഹൈക്കു പറയുന്നത് 3 വരിയുള്ളൂ. അത് ഒരു ചെറിയൊരു ഒരു പുല്ലിൻ്റെ അനക്കമായിരിക്കും. അത് അത്രേ ഉള്ളൂ. ആ ഘടനയിൽ എന്താണ് ഘടന എങ്ങനെ നിലനിൽക്കുന്നത്? അതിൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങളോട്. ആ സാധനം ഭാഷയാണ്. ആ ഭാഷയുടെ ശക്തി കൃത്യത. Technology creates history, not anybody, any moment, any people. Inventors create history. തോമസ് എഡിസനാണ് ഹിസ്റ്ററി 20th century ഉണ്ടാക്കിയത്. One man alone. Thomas Edison, he created everything. He created movie. And that is the only art form of the modern man. How mobile changed the world. You see that. How much mobile changed the world. ഒരൊറ്റ റവല്യൂഷന് അതിൻ്റെ 1% മാറ്റാൻ പറ്റിയിട്ടില്ല ലോകത്തിന്. നിങ്ങൾ കുറേ ബുദ്ധിജീവികൾ പറയാം, വോൾട്ടയർ. അവരൊക്കെ വലിയ ആൾക്കാരായിരുന്നു. അവരോട് എനിക്ക് പുച്ഛമൊന്നുമില്ല. ബട്ട് ഈ മൊബൈൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ബട്ട് they changed the whole world for you. Just one piece of this thing, this shit. I don't love mobiles, but that's another thing. But I admit this. This creation changed the world. This is something. This is some equality in that. This is used by a CEO. This is used by that worker in the street. അത് അവിടെ പണിയുണ്ടോ? കിട്ടുന്നുണ്ടോ? ഞാൻ വരാം. ഇപ്പോൾ വരാട്ടോ. മെഷീൻ റീക്രിയേറ്റ്സ് മാൻ ഇൻ ഇറ്റ്സ് ഓൺ ഇമേജ്. അതാണ് ഈ വരാൻ പോകുന്ന യുഗം. 1999 ഞാൻ പുസ്തകം ചെയ്തത്. Whatever we know, all our knowledge, everything we feel, everything can be put into a machine. But one thing we cannot give to the machine is the evolution we shared. It has no evolution. The machine has shared no evolution, organic evolution. അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മുടെ പ്രജ്ഞയും തമ്മിലുള്ള വ്യത്യാസം വരിക. They have nothing that is gained from evolution. ഒരു എവല്യൂഷണറി പ്രോസസ്സിൽ മെമ്മറൈസ് ആണ് ബാക്ക് നോളജ് എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള നോളജാണ്. അത് നമ്മൾ തിരിച്ചറിയില്ല, പക്ഷെ നമ്മുടെ പല ഡിസിഷനിലും അതുണ്ട്. ദാറ്റ് ഈസ് സംതിങ് വി ഡോണ്ട് ഓൺ. അത് എന്താണെന്ന് തന്നെ നമുക്കറിയാം. അത് എന്തൊക്കെയാണ് നമ്മൾ നിറച്ചിരിക്കുന്നത്, എന്തെല്ലാമാണ് നമ്മുടെ ഡിസിഷൻ്റെ പിന്നിൽ, നമ്മുടെ തിങ്കിങ്ങിൻ്റെ പിന്നിൽ, ഈവൺ അത് നമുക്ക് അറിയില്ല ശരിക്കും. ഒരു ഗുണം യന്ത്രത്തിനുള്ള അതിന് പ്രെജുഡീസ് ഇല്ല അൺലെസ് യു ഇന്റൻഷനലി ഫീഡ് ഇറ്റ് വിത്ത് ദാറ്റ്.
ഒരു സെലക്ഷൻ ബേസിൽ ഒരാളെ നോക്കണം, ഒരു ജോബ് സെലക്ഷൻ്റേത്. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ മാത്രമല്ല നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇത് നായരാണോ വെളുത്തതാണോ പെണ്ണാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞതല്ല. മറ്റേത് നോക്കണം, എക്സ്പീരിയൻസ് നോക്കണം, മറ്റേത് നോക്കണം. സ്റ്റിൽ വെൻ യു ഫോം യുവർ ഒപ്പീനിയൻ, there are several prejudices that will come into your mind. You may favor a Savarna or your own caste. എന്നുവെച്ചാൽ അതർ തിങ്സ്, അറ്റ്ലീസ്റ്റ് അതർ തിങ്സ് ബീയിങ് ഈക്വൽ. പക്ഷേ ഒരു യന്ത്രത്തിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ CEO നിങ്ങളോട് പറയുന്നു അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യേണ്ടത്. യു ഫീഡ് ദ സെയിം തിങ് ടു യന്ത്രം. He doesn't bother whether you are a Avarna or Savarna. മോസ്റ്റ്ലി സയൻസ് ആയിരിക്കും. ഡാർവിൻ്റെ പ്രശ്നമായിരിക്കും ആദ്യം, ഒറിജിനൽ സ്പീഷീസ് ആയിരിക്കും ഫസ്റ്റ് തിരഞ്ഞെടുക്കുക. ബട്ട് മേ ബി ഐ വിൽ ചൂസ് ക്യാപിറ്റൽ ഓൾസോ ആൻഡ് ഫ്രോയിഡ് ഓൾസോ. ഫ്രോയിഡ്, മാർക്സ്, ഡാർവിൻ, ഇവർ 3 പേരെ എന്നെ സംബന്ധിച്ചിടത്തോളം ദേ ക്രിയേറ്റഡ് ദ മോഡേൺ വേൾഡ്. ഇന്ത്യയിലുള്ള ആദരവ് ചോദിച്ചാൽ ലിറ്ററേച്ചറാണ്. അങ്ങനെ എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പണ്ട് എനിക്ക് പഴയ കാലങ്ങളിലേക്ക് പോകേണ്ടി വരും. അതുമാതിരി പറയാൻ പറ്റില്ല. ഒരു കമ്മ്യൂണിസം ഭരിച്ചത് പ്രശ്നം അത് ഒരു വിധത്തിൽ നന്നായില്ല. എന്താ കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് സംഭവിച്ചാലും 4 ആൾക്കാരെ 10 കാശുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിസത്തിൻ്റെ ആരും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. See what they will do. People with no private property. അപ്പോൾ കമ്മ്യൂണിസം തൊട്ട് കഴിഞ്ഞാൽ അവിടെ നശിച്ചു കഴിഞ്ഞാൽ സാധനം. ഇഫ് കമ്മ്യൂണിസം ഫെയിൽസ് ഇൻ എ കൺട്രി, ദ കൺട്രി ഫെയിൽഡ് ഫോർ എവർ. റഷ്യന് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ത്രൂ ഔട്ട് ഹിസ്റ്ററി ദേ വിൽ സഫർ. ഇറ്റ് ഈസ് cursed country now. How Stalin died, you know? They didn't give him medical treatment. They knew he was dying. Let him die. That is how Stalin died. You understand that? സ്റ്റാലിൻ്റെ കൂടെ നിന്നവരെ സ്റ്റാലിനെ കൊന്നത് ഹോസ്പിറ്റലൈസേഷൻ പോലും കൊണ്ടുപോയില്ല. Right. Why? They decided that he is not necessary. ഇന്ത്യൻ ഡെമോക്രസി എന്ന് ആര് പറഞ്ഞു? ജനാധിപത്യം എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ ഡിക്റ്റേറ്റർഷിപ്പാണ്. ഇറ്റ് ഈസ് ദ ഓട്ടോക്രസി ഓഫ് ദ മെജോറിറ്റി. ദാറ്റ് ഈസ് നത്തിങ് ലൈക്ക് ഡെമോക്രസി. What is the difference between Hitler, Nazism and this is, that is the dictatorship of the minority. Democracy is the dictatorship of the majority. ഇന്ത്യയിൽ നടക്കുന്നത് ഒലിഗാർക്കിയാണ്. അമേരിക്കയിൽ എന്നും ഡെമോക്രസി തന്നെയാണ്. ഒരു ക്ലിൻ്റനെ അവർ ഇംപീച്ച്മെന്റ് വരെ എത്തിച്ചു, രാഷ്ട്രമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ. ഗാന്ധിയുടെ ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഗാന്ധിജി ഒരു അടിമകളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്പാർട്ടക്കസ് ചെയ്തായിരുന്നു ഗാന്ധിജി ചെയ്തത്. പക്ഷെ ഗാന്ധിജി വേറൊരു മാർഗം സ്വീകരിച്ചു. ഗാന്ധിജി വാസ് ഫൈറ്റിംഗ്. He was fighting an empire. He didn't kill. He's an impossible person. He's amazing. He is my most favorite national leader. അഹിംസയിൽ എത്തണമെങ്കിൽ അത്രയും ഹിംസ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റണം. അതിൻ്റെ മുഴുവൻ തോത് വെച്ച് അതിൻ്റെ അപ്പുറത്ത് കിടന്ന് നിൽക്കണം നമ്മളതിൻ്റെ കൂടെ. He was fighting. I will go. If you stop, okay. Beat me. Lord Irwin ആയിരുന്നല്ലേ ലാസ്റ്റ് വയസ്സായ. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹത്തിനെ കുറിച്ചല്ല ഇത് നടക്കുന്നത്. അപ്പോൾ എർവിൻ ഒരിക്കൽ ക്ഷണിച്ചു. ഈ ന്യൂ ഇറ്റ് അബൌട്ട് ക്ഷണിച്ചു ടോക്കിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ ചെന്നു.
ബട്ടർ കൊണ്ടുവന്ന് ചായ കൊണ്ടുവന്ന് വെച്ചു രണ്ടുപേർക്കും. ഗാന്ധി ഉടനെ വെളിയിൽ നിന്ന് ഒരു ചെറിയ പൊതിയെടുത്തു. ഉപ്പായിരുന്നു, നികുതി അടിച്ചിട്ടില്ല കേട്ടോ. അതിന് ഒരു തരി എടുത്ത് ചായയിലിടും. This is to remind us of the Boston Tea Party. ഗാന്ധി എന്താ എടുത്ത്? ഗാന്ധി ഉപ്പിനെ തൊട്ടല്ലേ മനുഷ്യരെ തൊട്ടത്. ഗാന്ധിക്കറിയാം അവരെ ഏകോപിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ. ഇവരെല്ലാവരും ഉപ്പുള്ള ആഹാരം കഴിക്കുന്നു. ഗാന്ധിക്ക് അറിയായിരുന്നു ഒരു മറാത്തിക്കും അല്ലെങ്കിൽ ഗുജറാത്തിക്കും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. There are two different countries, like two different languages. അവരെ ബന്ധിപ്പിക്കാൻ ഒരേ ഒരു വഴി ഉപ്പാണ്. ഉപ്പ് എല്ലാവർക്കും മനസ്സിലാവും. സോ ഈ ടച്ച് സോൾട്ട്. രണ്ട് വസ്ത്രം, ഇവരെല്ലാം വസ്ത്രം ധരിക്കുന്നവരാണ്. ചർക്ക, ഖാദി. യു സി വെരി ടച്ച് ക്ലോത്ത് ആൻഡ് salt. He created magical realism. What is tin graft? രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിനെ അദ്ദേഹം കാണിച്ചത്. That is how to write. He was another thing is he was a committed writer. He was a political writer. But he know how to write politics, handle politics without politicizing it. That is why I am saying ഗുന്തർഗാസോടുകൂടി അവസാനിക്കുന്നു ലാസ്റ്റ് ലിറ്ററേച്ചർ. കഴിഞ്ഞു, ഫിനിഷ്. ലിറ്ററേച്ചർ is finito. It's over, it's dead. Any writer who became somebody after 60s or 70s is not a writer for me. All writers are dead as far as I am concerned. പിന്നെ ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ കാര്യമാണ്. ഇനിയിപ്പോൾ എല്ലാവരും റൈറ്റേഴ്സാണ്. ഇപ്പം എല്ലാവരും റൈറ്റേഴ്സാണ്. അഡ്മിറ്റ് ദാറ്റ് എവരിബഡി ഈസ് എ റൈറ്റർ. അത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. എല്ലാറ്റിലും കവിതകളിൽ പോലും കവിതയില്ല. പക്ഷെ അതേ സമയത്ത് സയൻസിൽ നിറയെ കവിതയുണ്ട്. സയൻസിലാണ് ഏറ്റവും അധികം കവിത ഞാൻ കണ്ടിരിക്കുന്നത്. സൗന്ദര്യം, ഞാൻ ഏറ്റവും സൗന്ദര്യം കണ്ടിരിക്കുന്നത് സത്യത്തിലാണ്. ഞാൻ BA ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ അന്ന് ദേശാഭിമാനിയിൽ ആർട്ടിക്കിൾ എഴുതുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ, ഫിലോസഫി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്നായിരുന്നു. കുറച്ച് സ്റ്റുഡൻറ് പറഞ്ഞു, ജാനുവരി ടീച്ചർ ഇതിൽ നിന്ന് കാണണം പറഞ്ഞു. ഒറ്റപ്പെട്ടു. ലെക്ചറായിരുന്നു ജാനുവരി. എനിക്ക് അദ്ദേഹം PG വൈഫ്, എനിക്കതറിയില്ല. അവര് പറഞ്ഞു PG വരുന്നുണ്ട്, നാളെ മേദിനെ ഒന്ന് കാണണം എന്നുണ്ട്. അത് സൗകര്യമാകുമെന്ന് ചോദിച്ചു. ഓഫ്കോഴ്സ്. അപ്പം നാളെ 10 മണിക്ക് എൻ്റെ വീട്, അവർക്കറിയാം, അവർ വരെ നല്ല വീടൊക്കെ അവിടെ എൻ്റെ വീട്ടിലുണ്ടാവും, പോയി കണ്ടു. അങ്ങനെ ഞാൻ PG കാണുന്നു. PG MN കുറുപ്പ് പറയുന്നു. PG ചോദിച്ചപ്പോൾ ഇതിൽ എന്താണ് പരിപാടി, BA കഴിഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജേർണലിസം ശ്രദ്ധിക്കണമെന്നുണ്ട്, എവിടെയെങ്കിലും പഠിക്കാൻ പറ്റിയ കോഴ്സ്. എനിക്ക് പറഞ്ഞു, ഏതെങ്കിലും കോഴ്സിനൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയ പത്രത്തിൽ എവിടെയെങ്കിലും ചേർന്ന് കുറച്ച് ഇത് ചെയ്ത് എക്സ്പീരിയൻസ് വയ്ക്കുക. യു വിൽ ലേൺ ഇറ്റ് വെരി ഫാസ്റ്റ്. അത്രേ പറഞ്ഞു. BA എക്കണോമിക്സിൻ്റെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു പോസ്റ്റ് കാർഡ് കിട്ടി PGയുടെ. എന്നാണ് ദേശാഭിമാനിയിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ റീഡബിലിറ്റിയെ വെച്ച് ഒരാളെ അളക്കണമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വെച്ച് ഏറ്റവും വലിയ എഴുത്തുകാരൻ ആർക്കെല്ലാം അത്രയും സിമ്പിളായിട്ടുള്ള ആരും എഴുതിയിട്ടില്ല ഇംഗ്ലീഷ്. അതെന്തുകൊണ്ടാണ്? അതാണ് സിമ്പിൾ. ഈ സിമ്പിൾ വെരി റീഡബിൾ.
ആ റീഡബിലിറ്റിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാക്കണം. അത് ആർ കെ നാരായണന് കഴിഞ്ഞില്ല. ആർ കെ നാരായണൻ്റെ ഒരു കഥയുണ്ട്, ഒരു ജിംഖാന എന്നെന്തോ എൻ്റെ പേര്, ഒരു ജിംഖാന മൈതാനം. അവിടെ എന്തോ ഒരു ഇതിൽ പല പ്രൈസുകളുണ്ട്. ഈ മാൻ ഗെറ്റ്സ് എ ട്രാക്ടർ. ഉദ്ഘാടനം ഇത് കഴിഞ്ഞ ഉടനെ he has to remove it from the premises to some place that belongs to him. അതിൻ്റെ പ്രയാസമാണ് ആ കഥ. എനിക്ക് മലയാളത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള എഴുത്ത് മാധവി കുട്ടിയാണ്. ഷീ സോ സിമ്പിൾ ആൻഡ് ഷീ ഹാസ് ദാറ്റ്. എല്ലാവരെയും സിമ്പിൾസിറ്റി ഗ്രേറ്റ്നെസ് ആവില്ല. ഒരു ഉദാഹരണം, ഒരു കുട്ടി, ഒരു ദിക്സാക്ഷി ഉണ്ട് ഒരു കഥയിൽ. ദിക്സാക്ഷി പറയുന്ന കഥയിൽ ഒരു കുട്ടി ഈ വിറ്റ്നസസ് എ മർഡർ, എ കില്ലിങ്. അപ്പോൾ ഈസ് ഇൻ ഡേഞ്ചർ. കില്ലർ ന്യൂ ഈസ് എ വിറ്റ്നസ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പൈപ്പുകാരനായിട്ടൊക്കെ നേരാക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഈസ് ഇൻ ട്രബിൾ. അപ്പോൾ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിയുടെ ഒരു അമ്മാവനുണ്ടായിരുന്നു. ഈസ് മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ. അപ്പോൾ ഈ അമ്മാവനോട് ഇവനത് പറഞ്ഞ് അമ്മാവൻ അയാളോട് സംസാരിച്ച് അത് അവനായിട്ടുള്ള ഇത് ഒതുക്കുകയാണ് അമ്മാവൻ. അവൻ ഒന്നും പറയാൻ മതി, ഒന്നും ഉദ്ധരിക്കില്ല, അങ്ങനെ അത്. പക്ഷെ ആ കുട്ടിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. You will think it is very simple, but a simple mind cannot think like that. ആ കുട്ടി പറയണം, വിചാരിക്കണം, വലുതായാൽ ഞാൻ ഒരു കടൽ കൊള്ളക്കാരനാവും, അല്ലെങ്കിൽ അമ്മാവനെ പോലെ ഒരു അവിവാഹിതനാവും. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് സെന്റൻസ്. അതൊരു ജീനിയസിനെ അത് എഴുതാൻ പറ്റുള്ളൂ. ബട്ട് ദാറ്റ്സ് എ സിമ്പിൾ സെന്റൻസ്. Vijayan wrote a story years ago, and I predicted he will be a great writer. ആ സമയത്ത് വിജയൻ സൈലന്റ് ആയിരുന്നു. അത്ര ദശകങ്ങളോളം. വിജയൻ വാസ് നോട്ട് എ പ്രിറ്റൻഡർ ഇൻ എനി വേ. വിജയന്റെ മുഖത്ത് അത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ ശാന്തി. I saw that same compassion only on Yasra Board. Vijayan was real, genuine. പുരോഗമന സാഹിത്യം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് MT ആണ്. MT അവിടുന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തത്. കുറച്ചുകൂടി വ്യക്തിയും മനസ്സും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. അതായത് സമൂഹവും ഈ പ്രശ്നങ്ങളും മാത്രമല്ല, മലയാളിയുടെ സെൻസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്ത ഒരാളാണ് MT എന്ന് ഞാൻ പറഞ്ഞത്. MT ആണ് ശരിക്ക് ഒരു മാർക്കറ്റിംഗ് ബിസിനസ് എക്സിക്യൂട്ടീവ്, സെയിൽസിനെ കുറിച്ച് അറിയുന്ന മാതിരി വായനക്കാരെ മനസ്സിലാക്കിയ ഒരാളാണ് MT. മലയാളിക്ക് എത്ര ദൂരം പോകാൻ പറ്റും, ആ വാട്ടർ ലൈനാണ്, അവിടെയാണ് MT എഴുതുക. അതിൽ താഴില്ല, അത് പൊന്താൻ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷെ താഴില്ല അത്.